എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ യാത്ര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാദി ഹവ പേരെന്നാദ്യമായിട്ട് കേൾക്കുന്നത് ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. തുറന്നുള്ള വീഡിയോ സസ്പെൻസ് ആൾക്ക് വലിയ താല്പര്യമില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് അവിടെ വെച്ച് കാണാമല്ലേ, ഓൺ ദ വേ. റഫീഖേ, എന്താണ് പറഞ്ഞു? റഫീഖിനെ കാണുന്നുണ്ടോ? ആദ്യമായിട്ട് സ്ഥലത്തേക്ക് പോകണാണ്, പോയി നോക്കാൻ കഴിയുന്നതല്ലേ, അവിടുത്തെ സ്പെയിനും കാര്യങ്ങളൊക്കെ നോക്കാം. അതെ, വെള്ളത്തിലൊക്കെ പൊളിക്കാന്നുള്ള ഒരു പരിപാടിയിലാണ് പ്ലാൻ ഇട്ടേക്കണത്. നല്ല ആരും കാണാത്ത സ്ഥലം നമ്മൾ ആദ്യം പറയാം അല്ലേ, നിറയെ ആളുകളുണ്ടാവുള്ള നമ്മൾ ചെന്നിട്ട് വേണം കുറച്ച് ആൾക്കാർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം. എന്തായാലും അടിപൊളി സ്ഥലമാണെന്ന് വിചാരിക്കും. 40 ഡിഗ്രി ചൂടിൽ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പോണ സ്ഥലമാണ്. ഇപ്പൊ സമയത്തിന് 5:37. ഇപ്പൊ തന്നെ നല്ല വെളിച്ചായി തുടങ്ങിയിട്ടുണ്ട് അല്ലേ? കുറെ അടിപൊളി സ്ഥലങ്ങളുണ്ട്. ഇഷ്ടംമാതിരി നീന്തിയിട്ടുണ്ട്. അതായത് ചെല്ലുമ്പോ ഒരു സ്ഥലത്ത് കയറിയിട്ട് പിന്നെ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ട്. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് അങ്ങനെ കുറെ ഉള്ളിൽ കൂടെ ഒക്കെ പോയി എത്തി. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ അതുപോലെ ചെറിയ കട്ടിങ് ചാടി അടിപൊളി വെള്ളം ഇങ്ങനെ നീന്തി ഇങ്ങനെ 2 മലകളുടെ ഇടയിൽ കൂടെ വെള്ളം. ഇന്നലെ ഇവരെ വിളിച്ചു അവര് കറക്റ്റ് പറഞ്ഞു. അപ്പൊ ഇവൻ പറഞ്ഞാ നീ ഒന്ന് കരുതോട്ടെ, ഞാൻ വൃത്തിയോട്ടൊക്കെ മേടിച്ച് തെറ്റിയത്. അപ്പൊ ഞാൻ തിരിച്ച് വീട്ടിൽ നിന്നിട്ട് എനിക്ക് അയച്ചു കൊടുക്കണ്. എടാ എനിക്ക് കിട്ടിയില്ല, എടാ നിനക്ക്. എന്നിട്ട് മേടിക്കാൻ വേണ്ടി ഞങ്ങള് 12 മണിട്ടാ ഇപ്പൊ കട അടയ്ക്കും. അപ്പൊ തന്നെ നമ്മ മേടിച്ച് കയ്യിൽ. ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞല്ലേ? നമ്മളിപ്പോ എവിടെ എത്തിയിട്ടുണ്ട്? ഒരു അരമണിക്കൂർ നമ്മള് പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ വാദി ഹവർ എന്ന് പറഞ്ഞ സ്ഥലം. ഇതുപോലെ നമ്മള് പോയി നോക്കട്ടെ, എങ്ങനെയുണ്ട് നോക്കട്ടെ. ഇപ്പൊ ഇതുപോലെ 2.5 മണിക്കൂർ യാത്രയുണ്ട്. ഇവിടെ നമ്മള് സ്റ്റാർട്ട് ചെയ്ത് 5 o'clock സ്റ്റാർട്ട് ചെയ്തേക്കണം. ശരിക്കും ഇങ്ങോട്ട് വരുമ്പോഴേക്കല്ലേ ക്ലൈമറ്റ് ഒക്കെ മാറിയിരുന്നില്ലേ? നല്ല പച്ചപ്പ് കാണുന്നുണ്ട് കേട്ടോ, അതാണ് ഒരു പ്രത്യേകത. മസ്കറ്റിൽ നിന്ന് വരുമ്പോ നല്ലോണം മഴ കിട്ടിയിട്ട് നല്ല പച്ചപ്പ് കാണുന്നുണ്ട്. അത് കാണുന്ന ഒരു സന്തോഷം. പിന്നെ ഇപ്പൊ പോണതും ഒരു വെള്ളമുള്ള സ്ഥലത്തേക്കാണല്ലോ, വാദി അതാണ് വാദി ഹവ. അപ്പൊ വാദി കാണാന്നുള്ളൊരു അവിടെ കുളിക്കാന്നൊക്കെ ഉള്ളതിൽ. അപ്പൊ ഞങ്ങളിപ്പോ ചെറിയ ഒരു ഉള്ളേരിയയിലേക്കൊക്കെ വന്നു തുടങ്ങി. ഞങ്ങൾ ഏകദേശം എത്താനായിട്ട് ഒരു 24 മിനിറ്റ്. ഞാൻ നോക്കട്ടെ, അളിയന് ശരിക്കും ദുബായിന്ന് വന്നിട്ട് ഇവിടെ വരുമ്പോ എങ്ങനെയുണ്ട് അത് പറയും. എനിക്ക് സത്യം പറഞ്ഞാല് ഇത് ഒരു സെക്കൻഡ് ഹോം മാതിരിയാണ്.
ഒമാന്. കാരണം ദുബായ് ഇതൊക്കെ ഈ ലാൻഡ്സ്കേപ്പുകളൊക്കെ എന്ന് വെച്ചാൽ അവിടെ ഒന്നും കാണാൻ പറ്റില്ല. അവിടെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഖുർഫക്കാനും ആ ഭാഗത്തൊക്കെ പോകുമ്പോൾ ഇത് ഏകദേശം ഇത്ര, പക്ഷെ ഇങ്ങനൊന്നും ഉണ്ടാവില്ല. ഒരു ആ സിറ്റി ലൈഫിൽ ഉണ്ടായിരുന്നായിരിക്കും എനിക്കെപ്പോഴും ഇങ്ങനത്തെ സ്ഥലങ്ങളാണ് ഏറ്റവും ഇഷ്ടം ട്രാവൽ ചെയ്യാനും. ഇവിടെ വരുമ്പോഴുള്ള ഒരു പീസ് ഒന്ന് വേറെ തന്നെയാണ്. അത് അളിയെ കണ്ടിട്ടുണ്ടോ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഇങ്ങനെ ആയിരുന്നു എന്നുള്ളത്. കാരണം എപ്പോഴും ഇത്ര ചൂടുണ്ടായിട്ട് പോലും ഇങ്ങോട്ട് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ സത്യം പറഞ്ഞാൽ ഈ ഒരു കാലത്ത് എനിക്ക് എഴുന്നേറ്റ് ഇങ്ങോട്ട് വരാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അത് ഉറക്കം ശരിയാവുന്നുണ്ട്. പക്ഷെ അത് പോയപ്പോൾ തന്നെ ഒരു നല്ല എല്ലാവരും ആയപ്പോൾ ഒരു വൈബായി, നല്ല വൈബായി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ ദുബായിൽ കുറെ മാളുകളും കുറെ ബിൽഡിങ്ങുകൾ കണ്ടിട്ട് ഇവിടെ വരുമ്പോ നിങ്ങൾ അതാണ് ആ എൻജോയ്മെന്റ് എങ്ങനെയാണ്? അത് എൻജോയ്മെന്റ് എന്ന് വെച്ചാൽ ഞാൻ കൂടുതലും നേച്ചറായിട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലായാലും സിറ്റി ലൈഫൊക്കെ എനിക്ക് ഇഷ്ടമാണ്. സിറ്റി ലൈഫൊക്കെ എന്ന് വെച്ചാൽ ചില കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ ഹോസ്പിറ്റൽസ് മറ്റേ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് വേണം. അപ്പം അല്ലെങ്കിൽ ഗ്രാമങ്ങൾ ഇതൊക്കെ എനിക്ക് ഇതൊക്കെ ഏറ്റവും ഇഷ്ടമാണ്. അതായത് ഇവിടുത്തെ ഒക്കെ ലാൻഡ്സ്കേപ്പ് ഉണ്ടല്ലോ, സിംപ്ലിസിറ്റി കീപ്പ് ചെയ്യണത്. അത് അല്ലെങ്കിൽ തന്നെ ഒരു ഡോക്യുമെന്ററി വരാറുണ്ട്. അതായത് മറ്റേ അറബ് രാജ്യങ്ങളൊക്കെ സൗദി, ഖത്തർ, UAE ഒക്കെ ബില്യൺസ് സ്പെൻഡ് ചെയ്യും സിറ്റിനെ മോഡേണൈസേഷൻ ആക്കാനായിട്ട്, ഭയങ്കര മോഡേൺ ആക്കാനായിട്ട്. അതേ സ്ഥാനത്ത് ഒമാനെ അത്ര സ്പെൻഡ് ചെയ്യും ആ ഒരു ട്രഡീഷൻ കീപ്പ് ചെയ്യാനായിട്ട്. അത് നോക്കുമ്പോൾ സത്യം പറഞ്ഞ ഒരു ബ്രേക്ക് ഞാൻ എൻ്റെ പേഴ്സണൽ ഇതിൽ ഹൈലി റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഒമാൻ. ഒരു ഡൗട്ടില്ല കാര്യത്തിൽ. ഏറ്റവും കൂടുതൽ ടൂറിസം സപ്പോർട്ട് ചെയ്യണതും ടൂറിസ്റ്റുകൾക്ക് ഏറ്റവും താല്പര്യം ശരിക്കും ഒമാനാണ്. കാരണം നാച്ചുറൽ ബ്യൂട്ടി എന്നുള്ളത്. അമേരിക്ക എന്ന് പറഞ്ഞവർക്ക് ഈ ബിൽഡിങ്ങുകൾ ഇഷ്ടംമാതിരി കാണാൻ തന്നെ അവിടെ തന്നെ. പക്ഷെ വേറൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ള പേഴ്സണലി വേറെ എന്താ വെച്ചാൽ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ട്രാൻസ്പോർട്ടേഷൻ വളരെ ഒരു ഇത്തിരി അത്ര ബെറ്റർ അല്ലാതാണ്. കാരണം വെച്ചാൽ A to B ഇത് ഒന്നാമത്തെ സ്ഥലം വലുതാണ്. ഇപ്പൊ ഞാൻ കണ്ടിടത്തോളം ഒരു സ്ഥലത്ത് നിന്ന് വേറെ A to B യിലേക്ക് പോകണമെങ്കിൽ നമ്മ ഈ പറഞ്ഞത് ജില്ലയിൽ വേറെ ജില്ലയിൽ പക്ഷെ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ വെച്ചാൽ പണ്ടേ ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ്. അത് ശരിക്കും ഒരു ലെറ്റ് ഡൗൺ ആണ്, ഒരു സംശയമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആണ്. കാരണം ഇവിടെ സ്വന്തം വണ്ടി ഇല്ലെങ്കിൽ നമ്മൾ വേറെ സ്ഥലങ്ങൾക്ക് പോകാനായിട്ട് പാടുപെടും. കാരണം ഒരു ടാക്സിനെ ഡിപ്പെൻഡ് ചെയ്തോ ഇല്ലെങ്കിൽ ഒരു ബസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതൊക്കെ മണിക്കൂറോളം കാത്തേക്കുണ്ട്. അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഒരു വണ്ടി ഇല്ലെങ്കിൽ പാടുപെടും. കാരണം ആ ഒരു പ്രോബ്ലം ഉണ്ട്. അത് മാത്രമല്ല കൺട്രിയുടെ ഉള്ളിൽ തന്നെ ഇപ്പൊ നിങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെ നിന്ന് ഒരു ജില്ലയിൽ നിന്ന് വേറെ ജില്ലയിലേക്ക് പോകുമ്പോൾ ഞാൻ ആളിനോട് പറഞ്ഞു, ഇപ്പൊ നമുക്കൊക്കെ അവിടെ നിന്ന് വെച്ചാൽ ഒരു പോയിന്റ് നമ്മളിപ്പോ നമ്മളെ വീടിന്റെ നാട്ടിലൊക്കെ ഒരു ജംഗ്ഷനിൽ അടുത്ത ജംഗ്ഷനിലേക്ക് പോകണം, അത്ര ദൂരമാണ് ദുബായിലും അബുദാബിയിലൊക്കെ സ്ഥലങ്ങള്. ഇവിടെ ഒരു ജില്ലയിൽ നിന്ന് വേറെ ജില്ലയിലേക്ക് പോകണ പള്ളിന്റെ അവിടെ നിന്ന് ഇപ്പൊ തവൈലടക്കൊക്കെ വരുന്നത്. അപ്പൊ അങ്ങോട്ടൊക്കെ ഒരു ടാക്സി ദുബായിലൊക്കെ നന്നായിട്ട് നെറ്റ്വർക്ക് കവർ ചെയ്യും. കാരണം ട്രാൻസ്പോർട്ടേഷൻ മെട്രോ ഒക്കെ ആയിട്ട് ഇവിടെ ആ ഒരു കാര്യം വളരെ ഇതാണ്. കാരണം അത് ശരിക്കും ഇമ്പ്രൂവ്മെന്റ് അടുത്ത കാര്യമാണ്. കാരണം വണ്ടികളൊക്കെ ഉണ്ട്, വണ്ടി ഉണ്ടെങ്കിൽ സ്വന്തം വണ്ടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അവരൊറ്റ ഇത് മാത്രമേ കണ്ടിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു ഇതായപ്പോലും ഡെഫിനറ്റ്ലി ഒരു ബ്രേക്ക് എന്നുള്ള രീതിയിൽ അടിപൊളി സ്ഥലം അത്. പിന്നെ വാദികളും ഇതൊക്കെ ടൂറിസം ഒരുപാട് നല്ല രീതിയിൽ വരാനും ഇതിനൊക്കെ ഒരുപാട് ഇതുള്ള സ്ഥലമാണ്. പിന്നെ ബാക്കിയുള്ള ഗൾഫ് രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഒബ്സർവ് ചെയ്തത്, ഞാൻ ഇപ്പം മൂന്നാമത്തെ പ്രാവശ്യം ഇപ്പം ഇങ്ങോട്ട് വരുന്നത്, ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു പേസ് അത്രയ്ക്ക് ഇതല്ലാണ്ട് അവർ ട്രഡീഷണൽ കാര്യങ്ങളൊന്നും കളയാണ്ട് അത് ഒരുമിച്ച് കൊണ്ടുപോകുന്നുണ്ട്. കാരണം അവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായിലൊക്കെ എന്ന് വെച്ചാൽ വേറെ ലെവലാണ് പോണതെങ്കിലും ആ പഴയതൊന്നും അധികം കാണാനൊന്നും വളരെ കുറവാണ് പ്രത്യേകിച്ച് അബുദാബിയിലൊക്കെ. പക്ഷേ ഇത് ഇവിടെ എന്ന് വെച്ചാൽ ബ്രേക്ക് എനി ഡേ എൻ്റെ പേഴ്സണൽ ഇതിൽ എനിക്കിഷ്ടമുള്ള സ്ഥലം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോലും ആകെ ഒരു ഒറ്റ ഇതെന്ന് വെച്ചാൽ ട്രാൻസ്പോർട്ടേഷൻ. ഇതൊന്നും സ്വന്തം വണ്ടിയില്ലെങ്കിലും ഈ ഭാഗത്തേക്കൊന്നും ഒരാൾക്കും വരാൻ പറ്റില്ല. നമ്മൾ വണ്ടി വിളിച്ചു പോന്നാലോ അല്ലെങ്കിൽ ടാക്സി വിളിച്ചു പോന്നാലോ ഒന്നും ഡെഫിനറ്റ്ലി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. അല്ല ഒമാന്റെ നമ്മളിപ്പോ ഞാൻ തന്നെ 14 കൊല്ലമായിട്ട് ആദ്യമായിട്ടാണ് ഈ സ്ഥലത്തേക്ക് വരുന്നത്. നമുക്ക് കാണാൻ ഇനിയും സ്ഥലങ്ങൾ കിടക്കുകയാണ്. അതെ, നമുക്ക് ഇഷ്ടംമാതിരി സ്ഥലങ്ങൾ കിടക്കുകയാണ്. നമ്മളൊക്കെ കണ്ടേക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 10% പോലും ഒമാനിൽ നല്ല സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഇനിയും എക്സ്പ്ലോർ ചെയ്യാൻ കിടക്കണം. ഇവര് റോഡുകൾ മര്യാദക്ക് ചെയ്ത് കുറച്ചും കൂടെ ടൂറിസം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ആൾക്കാർക്ക് റീച്ച് ആവാൻ പറ്റും. പിന്നെ അങ്ങനെ ഞങ്ങൾ വാദി ഹവാറിൽ എത്തിയിരിക്കുകയാണ്. മസ്കറ്റിലെ അപേക്ഷിച്ച് ചൂട് വളരെ കുറവാണ്. 35 ഡിഗ്രി ഏകദേശം ഉള്ളൂ. ഇവിടെ മഴ പെയ്തിട്ടുള്ള പോലെ തോന്നുന്നുണ്ട്. നല്ലൊരു ക്ലൈമറ്റാണ്. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച മാതിരി വെള്ളം അധികമില്ല. എന്നാലും നമ്മൾ നല്ല അടിപൊളി, നമ്മൾ വന്ന പ്ലേസൊക്കെ നല്ല അടിപൊളി ഏരിയയാണ്. സാധാരണ നോർമലി കാറും നമുക്ക് കൊണ്ടുവരാം, നോ പ്രോബ്ലം. 4 വീലർ വേണമെന്നില്ല.
എല്ലാവരും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ്. അപ്പൊ നമ്മളിവിടെ ഇവിടെ തിരുണ്ടല്ല നമ്മള് വാദി ഹവാർ ഇതാണ് ലാസ്റ്റ് മറ്റേ പാർക്കിംഗ് പോയിന്റ്. പിന്നെ ഹൈക്കിംഗ് ഒരു കുറച്ച് സ്റ്റെപ്പുകൾ ഏകദേശം അതിൻ്റെ അകത്തേക്ക് ഒരു 45 മിനിറ്റ്സ് നടന്നു കഴിഞ്ഞാൽ ഇതുപോലെ പറഞ്ഞാൽ നല്ലൊരു വ്യൂ പോയിന്റും കുറച്ച് വെള്ളം പക്ഷേ ഇപ്പോൾ ടോട്ടലി ഇപ്പോൾ വെള്ളം വളരെ കുറവ്. 4 കിലോമീറ്റർ എന്നല്ലേ പറഞ്ഞത്? 4 കിലോമീറ്റർ അല്ലേ? പിന്നെ ഇപ്പോൾ ഇതിന്റെ 2ാമത്തെ ദിവസമായിരുന്നുണ്ട് ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറെ പരിപാടികളിലൂടെ നടക്കുന്നുണ്ട്. പടക്കം പൊട്ടിക്കലും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെയുള്ള ആളുകൾ നമ്മുടെ അടുത്ത് കുറച്ച് റിസ്ക്കിയാണ് അങ്ങോട്ട് പോണത്. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മളിപ്പോൾ ഇവിടെ അടുത്ത് തന്നെ വാദി ബിൻ ഖാലിദ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. പിന്നെ മുഖുൽ എന്നൊക്കെ പറഞ്ഞ കേവ്, വാട്ടർഫോൾസ്, അങ്ങനെ സംഭവം പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പതുക്കെ അങ്ങോട്ട് പോകാനുള്ള പ്ലാനാണ്. മെയിനായിട്ട് ചൂട് വളരെ കുറവാണ്. നമ്മളിപ്പോൾ ഇന്നലെ തന്നെ 47 ഡിഗ്രിയോളം ചൂടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഇവിടെ 35 ഡിഗ്രി ഉള്ളൂ. നല്ലൊരു ക്ലൈമറ്റ് ആണ്. ഇപ്പോൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു പച്ചപ്പ് കാണുമ്പോൾ ഒരു മനസ്സിനൊരു സന്തോഷം. അതായത് നമ്മൾ ഈ കേരളത്തിൽ നിന്ന് വന്നതുകൊണ്ട് ഇവിടെ വന്നിട്ട് ആ പച്ചപ്പും ആ ഒരു പ്രകൃതി ഭംഗി കാണുമ്പോൾ ചൂട് കുറവും അത് കാണുമ്പോൾ ഇവിടത്തേക്ക് ഇങ്ങനെ പോണത് അല്ലേ? വണ്ടികളിൽ പിക്കപ്പുകൾ, കൃഷികളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം. അപ്പോൾ നമുക്ക് നടക്കാം. നമുക്ക് മുകളിലേക്ക് പോകാം അല്ലേ? നമ്മൾ വാദി ബിൻ ഖാലിദിലെത്തി. നമ്മളെ മസ്കറ്റ് പോലെ തന്നെ നല്ല ചൂടുണ്ട് അല്ലേ? പ്രകൃതി ഭംഗി ആസ്വദിച്ചോടിക്കാണ്. പോലെ തന്നെ അത്ര നല്ല ചൂട്. എന്നാലും വെള്ളമുണ്ട്, കുഴപ്പമില്ല. കുറച്ച് പോയി കഴിയുമ്പോൾ എന്തായാലും നല്ല വെള്ളം ഉണ്ടാവുന്ന പറയണം. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം നമുക്ക്. ഭയങ്കര ടയർഡായി. കുറച്ച് നടക്കാനുണ്ട്. പക്ഷെ എന്നാലും എന്താ പറയുക, കുറച്ച് നേരം 2 മിനിറ്റ് ഒന്ന് കിടന്നിട്ട് വെള്ളത്തിലിറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ നല്ല ടയർഡ്. നല്ല വെയിലുള്ള കാരണേ നടക്കാൻ പറ്റണില്ല. കുറച്ച് നടന്നു. ഇവിടെ അടുത്ത് തന്നെ ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇറങ്ങും. അല്ലെങ്കിൽ അല്ല അടിപൊളി. വെള്ളത്തിലേക്ക് ഈ ചൂട് ടൈമിൽ ഇത്ര നല്ല തണുത്ത വെള്ളത്തിൽ കുളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടർഫുൾ. കല്ലുണ്ട് അടിപൊളി എക്സ്പീരിയൻസ് ഉണ്ടോ? അടിപൊളി സൂപ്പർ. കാണുമ്പോ തോന്നണില്ല.
ആ വെള്ളത്തിലെ കളർ നോക്കിയ ഒന്നൂടാ Water slide. പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായി, അടിപൊളിയായിരുന്നു. മൈൻഡ് റിഫ്രഷായി. അത്രയും നല്ല നല്ല വെള്ളത്തിൽ ശരിക്കും മൈൻഡും കംപ്ലീറ്റ് ശരിക്കും വന്നത് വർക്കായില്ല. പിന്നത് വർക്കായി വരാൻ ഉദ്ദേശിച്ച സ്ഥലങ്ങളിൽ അടിപൊളി സ്ഥലമായിരുന്നു. പക്ഷേ ഈ പറഞ്ഞത് വെള്ളം കുറച്ച് കുറവായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ സാധാരണ നോർമലി ഉള്ള വാദിപ്പാനി കളിച്ചാൽ നമ്മൾ വന്ന് കുറച്ച് ഉള്ളിലേക്ക് കയറി നല്ല അടിപൊളി കുളിച്ച് കയറാനുള്ള സമയം ജസ്റ്റ് റിഫ്രഷായി. എല്ലാം കൊണ്ട് നല്ല അടിപൊളിയായി. അതിഹവായർ വഴി ഞങ്ങൾ വാദിപ്പാനി കല്ലിലെത്തി. തിരിച്ചു പോണ് വഴിക്ക് ദുബായിൽ നിന്നാണ് മന്തി കഴിക്കും. ഞങ്ങൾ ട്രഡീഷണൽ ഒമാനി മന്തി. വൈകുന്നേരത്തെ ഫ്ലൈറ്റിലാണ് ഞാൻ ദുബായിക്ക് പോണ്. ഓക്കെ, എന്നെ ശരിക്കും പറഞ്ഞാൽ ഒമാൻ കണ്ടിട്ട് മതിയായിട്ടില്ല. പക്ഷേ ലീവ് കഴിഞ്ഞു. നാളെ അടുത്ത സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രം അളിയാൻ പോവാണ്. അടുത്ത വരവ് പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ പോവാണ്. ബിലാൽക്ക് പറഞ്ഞ അടുത്ത ഫ്ലൈറ്റിന് നമുക്ക് ദുബായിക്ക് വെള്ളം വിടുകയാണ്. അപ്പൊ ശരി, മനസ്സിലാ മനസ്സോടെ. പിന്നെ അത് എത്ര ഇമ്പ്രൂവ്മെന്റ് ഒന്നും അറിയാൻ ശേഷം കൊറേ അല്ല, അതുകൊണ്ടാണ് മറ്റേ ഗോപ്രോ ഞാൻ ആളെ പിടിച്ച് ആളെ വെള്ളത്തിലറിയണേ, ക്യാമറന്നല്ല. പുള്ളിക്ക് മനസ്സിലായിട്ടില്ല സംഭവം. പുള്ളി വെള്ളത്തിന്റെ അണ്ടർഗ്രൗണ്ട് വീഡിയോസ് വേണമെന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ ആ രീതിയിലാണ് പുള്ളി പോണത്. ഇപ്പൊ എവിടെ നമ്മള് അറബ് വേൾഡ് പഞ്ചാബ്, അതായത് ഇവിടുത്തെ സ്പെഷ്യൽ ഫ്രഷ് മട്ടനില് ഷുവ മട്ടൻ. ഫ്രഷ് ഷുവ മട്ടനാണ് കിട്ടുന്ന സാധനമാണ്. മസ്കറ്റിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ബ്രാൻഡാണ്. പറയണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കാൻ വന്നേക്കണേ അറബ് വേൾഡ്. ഇപ്പോൾ ഗോബ്രയിൽ നമ്മൾ കഴിച്ചിട്ടുണ്ട്, പഞ്ചിൽ ആദ്യമായിട്ടാണ്. അത് മസ്റ്റ് അടിപൊളിയായിട്ട് വിചാരിക്കുന്നു. കഴിച്ചു നോക്കാം. അതിലെന്തെങ്കിലും പറയണ്ടോ? കഴിച്ചുകൊണ്ട് പറയാം അല്ലേ? അപ്പോൾ നിങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ട് പറയാം. ഇത് വേണ്ടേ പ്ലേറ്റ്? അപ്പോൾ അങ്ങനെ അവർ എല്ലാവരും പോവാണ്. ഇങ്ങനൊന്നും ഉണ്ടാവാറില്ല ശരിക്കും പറഞ്ഞാൽ. ലാസ്റ്റ് പോവാണ്. അത് വരുമ്പോൾ സൂപ്പറായിരുന്നു. ഓക്കെ, എൻജോയ് ചെയ്ത് താങ്ക് യു അടിപൊളി ട്രിപ്പാണ്. ചൂടായിട്ട് എൻജോയ് ചെയ്തു. താങ്ക് ു സോ മച്ച് ഇത് ഓർഗനൈസ് ചെയ്തതിന്. എല്ലാവർക്കും ശരി, അപ്പോൾ സത്യം